25-30. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചകമായി എടുക്കേണ്ടത് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിൽ നിൽക്കുകയാണ്. ആദ്യത്തെ 3/4 മണിക്കൂർ പിന്നിടുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ അവരുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വെബ്സൈറ്റിൽ ഇട്ടു തുടങ്ങിയിട്ടുണ്ട്. പടിഞ്ഞാറൻ ഡൽഹിയിലെ 2 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന വിവരം. സീമാപുരി, വിശ്വാസ് നഗർ എന്നീ സീറ്റുകളിൽ BJPക്ക് ലീഡാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. ഇലക്ഷൻ കമ്മീഷൻ ആദ്യം ഫലസൂചനകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഈ 2 മണ്ഡലങ്ങളിലാണ് സീമാപുരി, വിശ്വാസ്. ന്യൂഡൽഹി മണ്ഡലത്തിൽ BJP നേതാവ് പർവേഷ് വർമ്മയാണ് മുന്നിൽ നിൽക്കുന്നത്. അവിടെ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിച്ച അരവിന്ദ് കെജ്രിവാളിന് ലീഡ് നേടാൻ കഴിയുന്നില്ല എന്നതോർക്കുക. മുഖ്യമന്ത്രി അതിഷിക്ക് ലീഡ് നേടാൻ കഴിയുന്നില്ല ആദ്യ മണിക്കൂറിൽ. മനീഷ് സിസോദിയ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഈ അഴിമതി കേസിൽ ജയിലിൽ പോവുകയും ചെയ്തയാൾ, അദ്ദേഹത്തിന് ലീഡ് നേടാൻ കഴിയുന്നില്ല. അപ്പൊ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഞങ്ങളുടെ അഴിമതി വിരുദ്ധതയുടെ, നിഷ്കളങ്കതയുടെ സർട്ടിഫിക്കറ്റുമായി വരാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ച നേതാക്കൾക്ക് ജനങ്ങൾക്കിടയിൽ ആദ്യ മണിക്കൂറിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന ഗുരുതരമായ സാഹചര്യത്തെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നേരിടുന്നുണ്ട്. BJP 35 സീറ്റിൽ പാതി സീറ്റിൽ, 70-ൽ പാതി സീറ്റിൽ BJP ലീഡ് നേടുകയാണ്. 70-ൽ പാതി സീറ്റിൽ BJP, ഒരേ ഒരു സീറ്റിൽ 36 BJP 36 സീറ്റിൽ ലീഡ് നേടിക്കൊണ്ട് കേവല ഭൂരിപക്ഷത്തിന്റെ സാധ്യതകളെ ആദ്യ മണിക്കൂറിൽ ഉറപ്പിക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ. 37 മുന്നോട്ടല്ലാതെ പിന്നോട്ടൊരു നോട്ടം BJPക്കില്ല, പിന്നോട്ടൊരു കാൽവെപ്പേ BJPക്കില്ല. BJP ആദ്യത്തെ 6-ാം മിനിറ്റിൽ തുടങ്ങിയ മുന്നേറ്റം ഇപ്പോൾ 45-ാം മിനിറ്റിലും നിലനിർത്തുകയാണ്. 37 സീറ്റായി തങ്ങളുടെ ലീഡ് നില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഒട്ടും പിന്തിരിഞ്ഞു നോക്കാതെ, ഒരു സമയത്തും അവർ പിന്നിലാവാതെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലീഡ് നില തുടരുകയാണ്. പോസ്റ്റൽ വോട്ടുകളിലും EVM എണ്ണി തുടങ്ങുമ്പോൾ സ്ഥിതി മാറും, സെനാരിയോ മാറും എന്ന് പ്രതീക്ഷിച്ചവർക്ക് കനത്ത തിരിച്ചടി മറുപടി നൽകിക്കൊണ്ട് BJP അവരുടെ ലീഡ് നില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാജിക് നമ്പർ കടന്ന ലീഡ് നില പോയിരിക്കുന്നു. BJP 27 വർഷത്തെ പവർ വാക്വത്തിന് ശേഷം BJP ഡൽഹിയിൽ തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ നാം കാണുന്ന ടാലി. 36ലേക്ക് ചുരുങ്ങിയെങ്കിലും അവർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ലീഡ് നില ഇപ്പോഴും നിലനിർത്തുകയാണ്. BJP ഡൽഹിയിൽ വളരെ വ്യക്തമായ ലീഡ്. അവർ മാജിക് നമ്പറും കടന്ന് മുന്നോട്ട് പോയിരിക്കുന്നു. ഒരു സീറ്റ് മുന്നിലാണ് മാജിക് നമ്പറിന്. അപ്പോൾ ഇതാ ഡൽഹിയിൽ BJP അധികാരത്തിലേക്ക് തിരിച്ചു വരികയാണ് എന്ന ഫലസൂചനയാണ് EVM എണ്ണി തുടങ്ങുമ്പോൾ പോലും നാം കാണുന്നതെങ്കിൽ ഇനി ഈ ട്രെൻഡ് നിലനിർത്താൻ BJPക്ക് സാധിക്കുമോ? അതല്ല ആം ആദ്മി പാർട്ടിക്ക് ഈ വലിയ ഒരു കടമ്പ മറികടന്നുകൊണ്ട് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കോൺഗ്രസ് 2 സീറ്റിൽ ലീഡ് സൂചന കാണിച്ചെങ്കിലും വീണ്ടും അതൊരു സീറ്റിലേക്ക് മാറിയിട്ടുണ്ട്. കോൺഗ്രസിന് കാര്യമായ പ്രകടനം ഡൽഹിയിൽ കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളെ പിന്തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി അതിഷി, മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങിയവരെ പിന്നിലാക്കിക്കൊണ്ട് BJP അവരുടെ അശ്വമേധം തുടരുകയാണ് ഡൽഹിയിൽ. ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ പുറത്തുവരുന്ന ആദ്യ 1 മണിക്കൂറിൽ തന്നെ മാജിക് നമ്പർ പിന്നിട്ടുകൊണ്ട് ലീഡ് നില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് BJP. 36-23-1 എന്നതാണ് ഇപ്പോഴത്തെ നില. ഒരേ ഒരു സീറ്റിൽ കഴിഞ്ഞ് കുറെ നേരമായി കോൺഗ്രസിന് ലീഡ് നിലനിർത്താൻ കഴിയുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് BJPക്ക് ഒട്ടും തിരിഞ്ഞു നോക്കേണ്ടാത്ത, ഒരു ആത്മവിശ്വാസക്കുറവുമില്ലാത്ത, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ആദ്യ നിമിഷങ്ങൾ സമ്മാനിക്കുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലസൂചന എന്ന് കാണണം. 36 സീറ്റുകളിൽ അവർ ലീഡ് നിലനിർത്തുമ്പോൾ 35 സീറ്റുകൾ പാതി, 36ലേക്ക് എത്തുമ്പോൾ ഭൂരിപക്ഷം എന്നതാണ് BJP ഡൽഹിയിലെ നില എന്നത് കാണുക. അതിഷിയും സിസോദിയയും ഇപ്പോഴും പിന്നിലാണ്, കെജ്രിവാൾ ഇപ്പോഴും പിന്നിലാണ്. മെഷീൻ എണ്ണുമ്പോൾ സാധാരണ ജനങ്ങളുടെ വോട്ടിന്റെ ഫലം പുറത്തു വരുമ്പോൾ ഞങ്ങൾ മുന്നിലേക്ക് കുതിക്കുമെന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടിക്ക് കുതിക്കാൻ കഴിയുന്നില്ല. BJPയുടെ പിന്നിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നു. BJPയുടെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള മുന്നേറ്റത്തെ തകർക്കാനോ ദുർബലപ്പെടുത്താനോ താഴേക്ക് വലിച്ചിടാനോ ആം ആദ്മി പാർട്ടിക്ക് കഴിയുന്നില്ല. ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലുള്ളത് വളരെ പ്രകടമായിട്ടുള്ള വ്യത്യാസമാണ് എന്നത് പ്രത്യേകം പറയണം. 23-36 കേവല ഭൂരിപക്ഷത്തിന് നമ്പർ മറികടന്ന് നിൽക്കുകയാണ് BJP. ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ലീഡ് എടുക്കാൻ കഴിയുന്നത്.